കേന്ദ്രത്തോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഇതുവരെ ഗവൺമെന്റ് മുൻപോട്ട് പോയതെങ്കിൽ മലയാളിക്ക് വേണ്ടിയുള്ള കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഏറ്റുമുട്ടലിന്റെ കാലം കഴിഞ്ഞു എന്നാണ് സൂചിപ്പിക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലാണ് ഇന്നിപ്പോ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെന്ന് ഭയങ്കരേണ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. എന്തൊക്കെ നെടുങ്കൻ പ്രസ്താവനകളും കോലാഹലങ്ങളുമാണ് അന്നുണ്ടായത്. അന്നും LDF നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്ന് MOU നിർത്തിവെക്കണമെന്ന് നവംബർ മാസം 12-ാം തീയതി കേരളം രേഖാമൂലം കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുള്ളതാണ്. LDF ഗവൺമെന്റ് ഉപേക്ഷിച്ചത്, LDF ഗവൺമെന്റ് നിർത്തിവെച്ചത് പൊടി തട്ടി വീണ്ടും എടുത്ത് തലയിലേറ്റാതിരുന്നാൽ മതി. വലിച്ചെറിയുമെന്ന് പറഞ്ഞവർ എടുത്ത് തലയിൽ വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോ കാണുന്നത്. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. മണ്ണിട്ട് മൂടിയ ഒരു പദ്ധതിയെ വലിച്ചെറിയും എന്ന് പറഞ്ഞവർ കുഴിമാന്തി എടുത്ത് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നതാണ് ഇപ്പോ കാണുന്നത്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഇരിക്കട്ടെന്ന് ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുകയാണ്. കേരളത്തോട് ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളുടെ പേരിൽ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം, സർക്കാർ മാപ്പ് പറയേണ്ടതാണ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഈ ഗവൺമെന്റ് ഉപേക്ഷിക്കേണ്ടതാണ്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഈ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റദ്ദാവും എന്ന അതിനെങ്ങനെയാണ് നിയമസാധുത? തൂക്കി എന്താണ് നിയമസാധുത ഇല്ലാത്തത്? MOU ഈ പദ്ധതിയുടെ വ്യവസ്ഥ തന്നെ അതല്ലല്ലോ. അല്ല, പദ്ധതിയിൽ അതിനകത്ത് അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു പോയിന്റ് അല്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ പദ്ധതിയിൽ 30 ദിവസത്തെ നോട്ടീസ് കൊടുത്തിട്ട് പിന്മാറാം. MOU-ൽ ആർക്ക് പിന്മാറാം? ആർക്ക് പിന്മാറാം? ആര് പറയും? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സംസ്ഥാനത്തിന് ഏകപക്ഷീയമായോ അല്ലെങ്കിൽ മുൻകൂർ നോട്ടീസ് നൽകിയോ പിന്മാറാൻ കഴിയില്ല എന്നുള്ളത് ആ വ്യവസ്ഥയിൽ തന്നെയുണ്ട്. അത് പിന്മാറേണ്ടതാണ്. പിന്മാറണമെങ്കിൽ അതിനുള്ള അവകാശം അത് കേന്ദ്ര സർക്കാരിനാണ്. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. രണ്ടാമതെന്നുള്ളത്, ഒരു സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിൽ ആശയവിനിമയത്തിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്താം എന്നുള്ളത് ആ വ്യവസ്ഥയിലുണ്ട്. പക്ഷെ അതിനുള്ള എന്തെങ്കിലും ഒരു സിംഗിൾ സ്റ്റെപ്പെങ്കിലും സംസ്ഥാന സർക്കാർ, അന്ന് കേരളം ഭരിച്ച സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഇതിനകത്ത് ഈ ഒരു പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ ഈ SSK ഫണ്ടിനപ്പുറത്തേക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയമായി പറയുന്ന ഈ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിലെ അത് ചെറുക്കാൻ വേണ്ട എന്ത് മുൻകരുതലാണ് LDF സർക്കാർ അന്ന് എടുത്തത്? വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. LDF സർക്കാർ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അല്ല, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി അറിയാം. അത് പറ്റില്ല. രാഷ്ട്രീയ തീരുമാനം എടുത്ത് പിന്മാറിയതല്ലേ? ഇതിനകത്ത് മുന്നണിക്കകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടായതല്ലേ? നിങ്ങൾ ശേഷം തെരഞ്ഞെടുപ്പ് റിവ്യൂ നടക്കും, നിങ്ങൾ അതിനകത്ത് വിലയിരുത്തിയതല്ലേ? ഇപ്പോഴാണ് നീ എന്നെ സഹായിക്കേണ്ടത്. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഇപ്പോ ഒപ്പിട്ടതിന്റെ സാഹചര്യത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ അതിനെ കുറിച്ച് വിശദമായി ചർച്ചയ്ക്ക് പോകുന്നില്ല. റദ്ദായി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ട് ഇവരെന്താ തൂക്കിക്കൊല്ലുവോ? ഞങ്ങൾക്ക് നടപ്പാക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പേരിൽ കേരളത്തെ പിരിച്ചുവിടുവോ? അതിന് രാഷ്ട്രീയ ആർജവം വേണം. ആ ആർജവം ഞങ്ങൾ കാണിച്ചു. നിങ്ങൾ വിമർശിച്ചോ? ഞങ്ങൾ കാണിച്ചു. അല്ല, അതിനകത്ത് എന്തിനൊപ്പിട്ടു? ഇപ്പൊ മുന്നണിയും മന്ത്രിസഭയും പോലും അറിയാതെ PM ശ്രീ കരാറിൽ ഒപ്പിട്ടു എന്നാണ് CPI നേതൃത്വം പോലും പരസ്യമായിട്ട് നിലപാടെടുത്തതും അവർ വലിയ പ്രതിഷേധം ഉന്നയിച്ചത്. എന്ത് ഘട്ടത്തിലാണ് അത് ഒപ്പിട്ടത്? ഇപ്പോഴും ആ പദ്ധതി അങ്ങനെ നിലനിൽക്കുകയാണ്. ഒരു തരത്തിലും റദ്ദായിട്ടില്ല. ഒരു തരത്തിലുള്ള നിയമസാധുതയും ഈ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ ഈ കത്തിലില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ ന്യായീകരിക്കുക പൊളിറ്റിക്കലി? നിയമസാധുത എന്ന വാക്ക് പ്രസക്തമാവുക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴാണ്, നിയമയുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു നിയമയുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഇത് രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പിന്നെ അന്ന് ഒപ്പിട്ടത് ഏത് സാഹചര്യത്തിൽ, ആരൊക്കെ എതിർത്തു, ഏത് നിലയിൽ ഒപ്പിട്ടു, ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പോവാത്ത പറ്റുന്നതുകൊണ്ടുമല്ല. അത് ഒട്ടനവധി തവണ വിദ്യാഭ്യാസ മന്ത്രിയും LDF-ന്റെ നേതൃത്വം വിശദീകരിച്ച ഒരു കാര്യം, അന്നത്തെ ഒരു കാര്യമാണ്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. നിങ്ങൾ വിമർശനം ഉന്നയിച്ചോളൂ. ഞാൻ ഇപ്പോഴത്തെ അതിന്റെ നില പറയുന്നു. ഇപ്പോ
PM ശ്രീ പദ്ധതി സംബന്ധിച്ച പൊസിഷൻ, LDFന്റെ പൊസിഷൻ, നവംബർ 12 കത്ത്, മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരിട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാട്, മന്ത്രി അറിയിച്ച രാഷ്ട്രീയ നിലപാട്. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇതിനകത്ത് രണ്ട് LDFും UDFും ഈ PM ശ്രീ പദ്ധതിയിൽ ചെയ്തത് ഒരേ കാര്യമാണ്. ഒന്ന് ഒപ്പിട്ടു, അതിനുശേഷം വരവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ചു. ആ സമിതി ഒരിടത്തും എത്തിയില്ല. ഇപ്പോൾ UDFും അത് തന്നെ ചെയ്യുന്നു. മുന്നണിക്കകത്ത് എതിർപ്പുണ്ടാകും, അല്ലെങ്കിൽ മുൻപ് പറഞ്ഞ നയസമീപനങ്ങളോട് യോജിക്കില്ല എന്ന ഘട്ടത്തിൽ അവരും ഒരു മന്ത്രിസഭാ ഉപസമിതി വെക്കുന്നു. ഈ PM ശ്രീ പദ്ധതി അപ്പോൾ കേരളത്തിൽ എന്താണ് ഈ രണ്ട് മുന്നണികളും ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അത് ഒരേ കാര്യമല്ലേ എന്ന ചോദ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ നിയമപ്രശ്നം അല്ലെങ്കിൽ ഈ നിയമപരമായ കാര്യം എന്ന് പറഞ്ഞാൽ വാക്കിനെ വ്യാഖ്യാനിച്ചതല്ലാതെ താങ്കൾ ഈ പദ്ധതിയുടെ കരാറിന്റെ വിശദാംശങ്ങളിലേക്കോ അത് റദ്ദായി നിന്ന് പ്രത്യക്ഷമായ ചോദ്യത്തിന് ഉത്തരത്തിലേക്കോ വന്നിട്ടില്ല. കരാർ ഒപ്പിട്ടു എന്നും അത് റദ്ദായി പോയിട്ടില്ല എന്നും പറയുന്നത് സാങ്കേതികമാണ്. ഒരേ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഞാൻ നിർത്താം. താങ്കൾ ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് നമ്മൾ ആവർത്തിച്ച് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ SSK ഫണ്ട് തടയുന്ന അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നു. അപ്പോഴും നിങ്ങൾ പറഞ്ഞ പൊളിറ്റിക്കൽ നിലപാട് സ്റ്റാൻഡ് അവിടെ നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണം അത് തടയും, അല്ലെങ്കിൽ അതിന് രാഷ്ട്രീയമായ ഒരു ബില്ലുള്ള അല്ലെങ്കിൽ അത്തരം ഒരാളുകളാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. ഈ SSK ഫണ്ട് കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒപ്പിടുമ്പോഴും ഈ ഒരു കരാറിന്റെ വ്യവസ്ഥ കൂടിയാണ്, അല്ലെങ്കിൽ കരാറിന്റെ ഭാഗം കൂടിയാണ് നിങ്ങൾ പേടിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആ പൊതുസമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ കാവ്യവൽക്കരണം. അതിനെ തടയാൻ നിങ്ങൾ എന്ത് മുൻകരുതൽ അന്ന് ഒപ്പിടുമ്പോഴെടുക്കും? അത് ഉത്തരം പറ. അത് പറങ്ങട് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. പൊതുസമൂഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്ന എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല, ഇതിന് ചോദ്യത്തിന് ഉത്തരം പറയും. ഒരു വാക്കിൽ പിടിക്കാൻ, വാക്കിലല്ല. താങ്കൾ നേരത്തെയും ഒരു വാക്കിൽ പിടിച്ചാണ് നിങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾക്ക് കാര്യത്തിലേക്ക് പോയി അതിനകത്ത് എന്താണ് ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്ക് മനസ്സിലാകാതിരിക്കാൻ മാത്രമുള്ള ഒരു അതൊന്നും ഇല്ലാന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്ത് മുൻകരുതലുള്ള ഈ SSK ഫണ്ടിന്റെ പേരിലാണെങ്കിലും PM ശ്രീ പദ്ധതിയില്ലാതെ കരാറിൽ ഒപ്പിടാമെന്ന് കേരളം തീരുമാനിക്കുമ്പോൾ അന്ന് ഭരിച്ച ഇടത് സർക്കാർ ഈ കാവ്യവൽക്കരണം എന്ന രീതിയെ തടയാൻ എന്ത് മുൻകരുതൽ എടുത്തു? അതാണ് എന്റെ ചോദ്യം. അതിന്റെ മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വ്യക്തമാകാത്തതാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒപ്പിട്ട പദ്ധതി അല്ല എന്നാണ് മറുപടി. ന്യായമാണ് ഒരു കേന്ദ്ര രണ്ട് സർക്കാരുകൾ ന്യായം പറയുന്നതൊക്കെ വ്യക്തികൾക്ക് അനുസരിച്ചല്ല. നിങ്ങൾക്ക് ന്യായമായി തോന്നില്ല? അതിങ്ങനെയാണ് ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി വളരെ ആലോചനകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ വലിയ സമരങ്ങൾക്കൊടുവിൽ അത് മുന്നണിക്കെടുത്ത തർക്കങ്ങളൊക്കെ മാറി നിൽക്കട്ടെ, അതിൽ ഒപ്പിടാൻ തീരുമാനിക്കുമ്പോൾ ഈ കാവ്യവൽക്കരണ ഭീതിയെ ചെറുക്കാൻ എന്ത് ചെയ്തു, എന്ത് നടപടിയെടുത്തു? അതിലെങ്ങനെയാണ് ഒപ്പിട്ട് നടപ്പാക്കാൻ വേണ്ടി അല്ലാതെ ഒപ്പിട്ടത് എന്ന് എങ്ങനെയാണ് പറയാ? ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ ചിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളായി നിൽക്കട്ടെ. അതിനെ തൃപ്തിപ്പെടുത്താൻ അല്ലല്ല പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ വിലയിരുത്തലും നിങ്ങൾ അതിനെ അങ്ങനെ വിലയിരുത്തുന്നു, ഞങ്ങൾ അതിനെ അങ്ങനെ അല്ല വിലയിരുത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒപ്പിട്ട ഉടനെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ തുടർ നടപടികളിലേക്ക് കടക്കണം എന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളം കൊടുത്ത മറുപടി ഉടനടി തുടർ നടപടികളിലേക്ക് കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയട്ടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടി കൊടുക്കുന്നു. അതിനുശേഷം മന്ത്രിയും സംഘവും കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് PM ശ്രീ പദ്ധതിയെ ഒരു പദ്ധതി എന്ന നിലയിൽ ഞങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. പകരം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള SS ഫണ്ട്, സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കണം എന്ന നിലയും പറയുന്നു. അപ്പൊ ഒപ്പിട്ടില്ലെങ്കിൽ, പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് ലഭിക്കുന്നതല്ല എന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഘട്ടത്തിൽ പദ്ധതി, അപ്പോഴേക്ക് മറ്റു പല പശ്ചാത്തലമുണ്ട്, പദ്ധതി നടപ്പാക്കാൻ ഈ MOU നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് കത്തും കൊടുക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാണ്. നിങ്ങൾക്ക് ബോധ്യമായിക്കോണമെന്നില്ല. എനിക്ക് എന്റെ മറുപടി നിങ്ങൾക്ക് ചോദ്യമാണ്. ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. എന്റെ ബോധ്യമല്ല, അത് നിങ്ങളുടെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിക്ക് പോലും ബോധ്യമാകുന്നത് കൊണ്ടാണ് പിന്മാറേണ്ടി വന്നത്. അല്ല, അത് പഴയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ തർക്കിക്കാൻ തയ്യാറായിട്ടാണെങ്കിൽ നിങ്ങൾ അതും ആയിക്കോട്ടെ, പറഞ്ഞോളൂ.
പറഞ്ഞു. വ്യക്തമായ ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. നിങ്ങളുടെ വ്യക്തത നിങ്ങളെ ആശ്രയിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ആ ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും.